വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ രാഷ്ട്രം എത്തി നിൽക്കുന്നു എന്ന് നാം എല്ലാം തിരിച്ചറിയുന്നുണ്ട്. അതെ, മതേതര ജനാധിപത്യം പുലർത്തുന്ന ഇന്ത്യ നഷ്ടപ്പെടുകയാണോ? ഇനി ഒരിക്കലും തിരിച്ചു വരാനാകാത്ത ഒരു സാഹചര്യത്തിലേക്ക് അത് നീങ്ങുന്നുണ്ടോ എന്ന ആശങ്കയാണ് നാം എല്ലാം തന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചു കാലയളവിന് മുമ്പ് എന്റെ കണക്കുകൂട്ടുകളിൽ ഇന്ത്യ ഒരു ഹിന്ദുത്വ രാജ്യമായി ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ആ ചിന്തകൾ, ആ നിഗമനങ്ങൾ തെറ്റിപ്പോയോ എന്നൊരവസ്ഥയിലേക്കാണ് കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു വന്ന ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും നിയമവ്യവസ്ഥകളിലെ മാറ്റങ്ങളും ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്കുള്ള ചുവടുവെപ്പുകളായി മാറുന്നുണ്ടോ എന്ന് ആശങ്കപ്പെടേണ്ടിയിരിക്കും. ഭാഷയെയും ജാതി മത വിഭജനങ്ങളെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു ഹിന്ദുത്വവൽക്കരണം ഇന്ത്യയിൽ നടക്കുന്നുണ്ടോ എന്ന് പത്രക്കാരും രാഷ്ട്രീയ തലച്ചോറും അടിവരയിടുമ്പോൾ ഉണ്ട് എന്ന് സംശയിക്കാവുന്ന രീതിയിലാണ് തിരഞ്ഞെടുപ്പിന്റെ ഗതിവിധികൾ പോയിട്ടുള്ളത്. അതെ, ഇന്ന് മതത്തിന്റെ പേരിൽ തൂങ്ങി അവർ വൃക്ഷങ്ങളെയും മൃഗങ്ങളെയും മതത്തിലേക്ക് വലിച്ചിടുകയാണ്. ഈ രഹസ്യത്തിൽ ഞാനൊരു കവിയുടെ വാക്കുകൾ ഓർമ്മിക്കുകയാണ്. അങ്ങനെ തുളസിച്ചെടിയും ആൽമരവും ഹിന്ദുവായി, ഈന്തപ്പനവും മൈലാഞ്ചിച്ചെടിയും മുസ്ലിമായി, ആനയും പശുവും ഹൈന്ദവനായപ്പോൾ ആടും പോത്തും മുസൽമാനായി. ഇങ്ങനെ പോകുന്നു ആ കവിയുടെ വരികൾ. ബൗദ്ധ ജനാധിപത്യ മതേതര ഇന്ത്യയെ കാവുപുതപ്പിക്കാനുള്ള തകൃതിയായ ശ്രമങ്ങളാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തിലൂടെ തന്നെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന കാഴ്ചകളാണ് ഇന്ന് ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നത് മുതൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 വരെ എത്തി നിൽക്കുന്നു ആ ഒളി അജണ്ടകൾ. മുസ്ലിം അപരവൽക്കരണം, ദളിത് പിന്നാക്കവർഗ അടിച്ചമർത്തൽ, ന്യൂനപക്ഷ മതവേട്ട തുടങ്ങിയ സവർണാധിപത്യത്തിന്റെ മരിക്കാത്ത അടയാളങ്ങളായി ഇന്നും ഇന്ത്യയിൽ നിലകൊള്ളുന്നു. മാത്രമല്ല അത് വിജയം കൈവരിക്കുന്നു എന്നാണ് ഖേദകരം. NRC-CAA സംവിധാനത്തിലൂടെ ഒരു വിഭാഗം ആളുകളെ മാറ്റി നിർത്തുക, അത്തരക്കാരുടെ ദേശസ്നേഹം ചോദ്യം ചെയ്യുക, ജനാധിപത്യത്തെ പറ്റി ചോദിക്കുന്നവരെ രാജ്യദ്രോഹികളായി മുദ്ര കുത്തുക, രാജ്യത്തിന്റെ പട്ടാള സംവിധാനം കേന്ദ്രം തിരഞ്ഞെടുക്കുന്ന ഒരാളുടെ കുടക്കീഴിൽ കൊണ്ടുവരിക, ഇങ്ങനെ പോകുന്നു ഇന്ത്യയിലെ ക്രൂര നിയമങ്ങൾ. ഭൂതകാലത്തെ വാഗ്ദാനങ്ങൾ നാം ജീവിക്കുന്നിടത്തോളം അനാഥയാവാൻ പാടില്ല. ഭൂതകാലത്തെ വാഗ്ദാനങ്ങൾക്ക് കാവലായി ജീവിച്ചിരിക്കുന്ന നമ്മൾ മലയാളികളെന്നല്ല, എല്ലാ ജനങ്ങളും ചിതറപ്പിടിക്കാതെ ബാക്കിയാക്കാനും ചരിത്രത്തിൽ അടയാളപ്പെടുത്താനുമുള്ള ഉത്തരവാദിത്തം മതനിരപേക്ഷ ജനാധിപത്യം പുലർത്തുന്ന മുഴുവൻ മനുഷ്യർക്കുമുണ്ട്. അതുകൊണ്ടാണ് സ്മരണ ഒരു സമരമായി തീരുന്നത്. അതിനാൽ ഇനിയും ജനങ്ങളുടെ നെഞ്ചു കവർന്ന പൊളിറ്റിക്കൽ വാഗ്ദാനങ്ങൾ മായ്ച്ചു കളയാൻ ഹിന്ദു എന്നല്ല, മുസ്ലിം എന്നല്ല, ക്രൈസ്തവരെന്നല്ല ഒരാളെയും അതിനെ മായ്ക്കാൻ സമ്മതിക്കരുത്. രാഷ്ട്രീയമെന്നാൽ പോയില്ലാത്ത സ്ഥലത്ത് പാലം പണിതു തരാം എന്നിങ്ങനെ പറഞ്ഞു കളിപ്പിക്കുന്ന ഒരു തരം കളിയാണ്, ഒരു തരം ചെകുത്താന്റെ കളി. ഇനി ഇന്ത്യക്ക് ആവശ്യം വാഗ്ദാനങ്ങൾ വിളമ്പുന്ന അധികാരികളെല്ലാം മറിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന നല്ല നട്ടിലുള്ള നായകരാണ് ഇന്ത്യക്ക് ആവശ്യം. അവിടെയാണ് നാളത്തെ ഇന്ത്യയുടെ ഭാവി. ദൈനംദിനം വർദ്ധിക്കുന്ന ദാരിദ്ര്യം, തൊഴിലില്ലായ്മ എന്നതിനൊക്കെ പരിഹാരം കണ്ടെത്തലിലാണ് നാളത്തെ ഇന്ത്യയുടെ ഭാവി നിലകൊള്ളുന്നത്. ഗാന്ധിജി പറയുന്നത് പോലെ നല്ല ഒന്നാന്തരം മന്ത്രവാദികളെ കൊണ്ടുവന്ന ശേഷം ഡെവലപ്മെന്റ് എന്ന മന്ത്രം കൊണ്ട് നിറക്കണം ഈ ഇന്ത്യ എന്ന മഹാസാമ്രാജ്യത്തെ. ഭൂതകാലത്ത് വളരെ പ്രിയപ്പെട്ടതും വർത്തമാനകാലത്ത് വളരെ പേടിപ്പിക്കുന്നതുമായി തീർന്ന ഈ ഒരു രാഷ്ട്രീയ മുൾക്കാടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന വാഗ്ദാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളിൽ ചിലർ വെറുതെ പായാകുന്ന വോട്ട് മതി, അത് മതി ഈ അണയാൻ കിടക്കുന്ന ഇന്ത്യയെ ആളി കത്തിക്കാൻ. ആളുകളൊക്കെ ഷാപ്പ് ചെയ്ത് ശീലമുള്ള കൊട്ടേഷൻ സംഘങ്ങൾ പറയുന്നത് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നിശ്ചയിക്കുന്നത്? പിന്നെ ദേശസ്നേഹം ഈ ജനങ്ങൾക്ക് പഠിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ ഇന്ത്യയിലെ ജനങ്ങൾ സ്വാതന്ത്ര്യ സമയം മറന്നിട്ടില്ല, അത് മറക്കുകയുമില്ല. സുരനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ സർവാധിപതിയായ ജോർജ് ടോബന്റെ കുഞ്ചിരമം പിടിച്ചുകൊണ്ട് മിസ്റ്റർ ജോർജ്, ഐ വാണ്ട് ദ ഫ്രീഡം സബ്സ്റ്റൻസ് ഇൻ മൈ ഹാൻഡ്സ് എന്നിങ്ങനെ ബ്രിട്ടീഷ് രാജാക്കന്മാരുടെ പൊരുതിയും ജീവൻ നൽകിയും വാങ്ങിയതാണ് ഈ ഇന്ത്യ. ഇനി ഏത് മതമാണ് ഇന്ത്യ ഞങ്ങളുടേതാണെന്ന് പറയുന്നത്? ഏത് പാർട്ടിയാണ് ഇന്ത്യ ഞങ്ങളുടേതാണെന്ന് പറയുന്നത്? ഇന്ത്യ ഇന്ത്യക്കാരുടേതാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ ഈ വരികൾ ഓർക്കുകയാണ്. മദ്ഹബ് നഹീ സിക്കാത്ത ആപ്പസ് മേ ബേർ രഖ്ന. അവസാനമായി പറയുകയാണ്, വി ആർ ഇന്ത്യൻ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്ലി. ഞാൻ എന്റെ വാക്കുകൾ ഒരു കവിത കൊണ്ട് അവസാനിപ്പിക്കാം. ഇന്നലെ വരെ ഒന്നായിരുന്നവരെ തേടി കൂട്ടുകാരെത്തുമ്പോൾ മതിൽക്കെട്ടിനപ്പുറത്തെ ഐകൾക്ക് പിന്നിൽ അവർ പേരില്ലാത്തവരായി തീരുന്നു. വിതുമ്പുന്ന ചുണ്ടുകൾ അപ്പോഴും വ്യർത്ഥം പുലമ്പുന്നുണ്ടായിരുന്നു. ഇന്ത്യ എന്റെ രാജ്യമാണ്, ഇന്ത്യ എന്റെ രാജ്യമാണ്, ഇന്ത്യ എന്റെ രാജ്യമാണ്. സേവ് ഇന്ത്യ, ചേഞ്ച് ഇന്ത്യ. ജയ് ഹിന്ദ്.
सभी को हार्दिक शुभकामनाएं। मैं मुकुल गौतम, साथ ही साथ मैं काइट फाउंडेशन का भी आभारी हूं जिन्होंने मुझे मौका दिया इस पर्व पे बोलने का। और जैसा कि हमारा आज का टॉपिक भी हमारे फ्यूचर के लिए, फ्यूचर विज़न के लिए, फ्यूचर विज़न भारत के क्या है हमारा, तो उसी से कुछ पंक्तियाँ रविन्द्रनाथ टैगोर जी ने आज से कुछ साल पहले लिखी थी, तो उसके बारे में अपना जिक्र ज़रूर करूँगा। जहाँ मन बिना भय के है, सिर ऊंचा होता है, जहाँ ज्ञान मुक्त है, जहाँ दुनिया टुकड़े टुकड़े नहीं हुई, संकीर्ण घरेलू दीवारों द्वारा जहाँ सत्य की गहराई से शब्द निकलते हैं, कुछ इसी प्रकार का भारत मैं भी चाहता हूँ देखना, जहाँ ये सब चीज़ें हों। तो साथ ही साथ मैं अपने विचार व्यक्त करना शुरू करता हूँ। मेरा सबसे पहला पॉइंट है उस स्पेशल चीज़ को लेकर जिसकी मूलभूत सुविधाएं होना बहुत ज़रूरी है, जो हमें अन्नदाता है हमारा, जिसको हम कहते हैं कृषि और उससे जुड़े हुए जितने भी चीज़ें हैं उनकी उन्नति होगी। अगर मैं देखूं तो मेरे भारत में जैसा मैं देखना चाहता हूं, जितनी भी नवीन टेक्निक्स हैं वो उसमें होंगी यूज़। औद्योगिक विकास के सभी जितने भी संतुलित कार्य प्रदान करते हैं वो सब होंगे वहाँ। साथ ही साथ हमारे लिए जो संसाधन है, प्राकृतिक संसाधन की बात करूँगा मैं, संसाधन है उनका निरंतर विकास लाना होगा। सबसे बड़ी बात, इन सबसे ऊपर और इन सबसे महत्वपूर्ण, इन सबसे पहले की बात जो है वो है जनसंख्या पर रोकथाम। जनसंख्या पर रोकथाम होगा तभी हम विकसित और विकासशील देशों में गिने जाएंगे। और एक बात जरूर कहूँगा इन सब चीज़ों से हटके कि हमारे जितने भी राजनीतिक नेता हैं या राजनीतिक पार्टियां हैं, उन सब में कहना चाहिए इच्छा शक्ति की बहुत बड़ी कमी देखने को मिलती है आज की डेट में। तो भारत के राजनीतिक पक्षपातपूर्ण भी बहुत हैं देखा जाए तो। फिर भी मुझे उम्मीद है कि मैं उस भारत की कल्पना जरूर करता हूँ जिस भारत में अपने आप में राजनेताओं को सोचने समझने की पूरी शक्ति होगी, जो हमारे संविधान को समझ पाएंगे, जो उस दृष्टिकोण से भारत को आगे ले जा पाएंगे जहां हम सोचते हैं। और साथ ही साथ जहां हमारे संविधान की प्रति पहल को पूरा किया जाएगा। जैसा कि देखा जाता है कि हम लोग जैसा कि हम आजकल देखते हैं कि प्रदूषण इतना हो चुका है, प्रदूषण रहित होना चाहिए देश, प्रदूषण स्मार्ट सिटी होनी चाहिए, नई टेक्नोलॉजी यूज़ करें, हर चीज़ में टेक्नोलॉजीज़ होंगी तभी देश आगे बढ़ेगा और हम उसी की तरफ अग्रसर करेंगे। जैसा कि मुझे याद आता है कि हमारे पूर्व राष्ट्रपति मिसाइल मैन श्री अब्दुल कलाम जी ने कहा था कि मैं उस देश को भारत को उन्नति के लिए लाने के लिए उनकी कुछ कल्पना थी जो मैं व्यक्त करना चाहूँगा। भ्रष्टाचार, गरीबी, पिछड़ेपन और अशिक्षा की समस्याओं देश के चेहरे से पूरी तरह से दूर करने की उनकी आकांक्षाएं थी। तो कुछ यही आकांक्षाएं मेरे मन में हैं और मैं उनसे पूरी तरह से कहना चाहिए मैं पूरी तरह से सपोर्ट करता हूं उनकी आकांक्षाओं को, उनके विज़न को, और आगे भी सोचता हूं कि ये जल्द से जल्द हों और भारत देश उन विकसित देशों में गिना जाए जिनके बराबर हम जाना चाहते हैं। और सबसे बड़ी बात, रिन्यूएबल जितनी भी एनर्जी है उसको भी ध्यान में रखना पड़ेगा, हम लोगों को उसको यूज़ करना पड़ेगा। तो यही सब सोचते हुए, यही सब समझते हुए मैं अपनी वाणी को विराम देता हूँ। आशा करता हूँ आप सब लोग स्वस्थ होंगे, सुरक्षित होंगे। धन्यवाद, थैंक यू। From New Delhi, and I'm 17 years old. So in my vision for a future India, it is the one which is powered by modern intellect, advanced technology and knowledge. However, it should also be driven by values, culture and heritage. I've always believed India has had a very rich culture. Several concepts that arrived on the global scene just some decades ago have been in practice in our society from thousands of years. If you think about it,
the modern concepts of globalization and world peace are just manifestations of Vasudev Kutumbakam, which literally means the entire world is a big family. In my vision for a future India, agriculture will be given as much importance as any other sector. I believe this is especially important because even though our world is urbanizing at an alarming rate, agriculture will continue to be very necessary, especially in a country like India, where almost half of the population depends upon agriculture as a source of livelihood. A farmer will not have to commit suicide because he cannot repay his loans. Rather, he is self-sufficient and does not depend upon usurers for loans. In my vision for the future India, a farmer is given as much respect as a soldier or a doctor, thus achieving Lal Bahadur Shastri's vision of Jai Jawan and Jai Kisan. In my vision, elections would become the tool that they were meant to be. Each citizen rises above the differences of caste, religion or class and votes fearlessly and judiciously. The voter does not allow any politician to exploit caste, religion and language differences for political gain. In my vision, the massive income inequality gap is expunged through education and skill development. Furthermore, education should be as cheap as a car insurance, and that somebody does not have to drop out from college because of financial constraints, but only to pursue his dreams or start his own business. In my vision, India not only becomes an outsourcing hub of menial jobs, but emerges as a leader in technology, engineering and space research. Our developed industrial and scientific base will not only be able to check the brain drain, but rather offer opportunities to people outside India to come and learn in our country. Most importantly, in my vision for a future India, the goal of women equality and empowerment is achieved through liberal and modern principles. Even though there are some practices in our culture that were anachronistic and heavily discriminatory against women, we need to understand that they were only suited for the time period in which they were made and not relevant in the present or in the future. We need to develop a space and culture that is filled with reverence, relevance, and most importantly, equality for women. Thus, in my vision for a future India, women are not only considered as life givers who are docile and obliging, rather, they are considered as equal humans, having their own identity, own beliefs that need to be respected. Finally, in my vision for a future India, people rise above the differences of religion, caste, class, gender, and sexual orientation and embrace humanity. At present, it is humanity that is at stake and it must be saved. For without it, there won't be any dreams and visions left for a future. Thank you. ಪ್ರೀತಿಯ ಸ್ನೇಹಿತರೆ, ಈ ಒಂದು ಸಮಯದಲ್ಲಿ ಸುಸಂದರ್ಭದಲ್ಲಿ ಕೈಡ್ಸ್ ಫೌಂಡೇಶನ್ ನಡೆಸತಕ್ಕಂತಹ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ನಾನು ನನ್ನ ಕನಸಿನ ಭಾರತ ಎಂಬಂತಹ ವಿಷಯವನ್ನು ಕೇಂದ್ರೀಕರಿಸಿ ಒಂದೆರಡು ವಿಷಯಗಳನ್ನು ತಮ್ಮ ಮುಂದೆ ಹಂಚೋದಕ್ಕೆ ನಾನು ಇಷ್ಟಪಡ್ತಾ ಇದ್ದೀನಿ. ಸಹೋದರರೇ, ಎಲ್ಲರೂ ಕೂಡ ಕನಸು ಕಾಣುವಂತೆ ನಾನು ಕೂಡ ನನ್ನ ಭಾರತ ಅಭಿವೃದ್ಧಿಗೊಂಡಂಥ ಭಾರತ ಆಗಬೇಕು ಅಂತ ಕನಸು ಕಾಣ್ತಾ ಇದ್ದೀನಿ. ಆದರೆ ಎಲ್ಲರೂ ಕೂಡ ಕನಸು ಕಾಣುವಂತೆ ನಮ್ಮ ಭಾರತ ಕೇವಲ GDP ಅಭಿವೃದ್ಧಿ ಆಗಬೇಕು ಅಂತ ಹೇಳ್ತಕ್ಕಂಥ ಒಂದು ಕನಸಲ್ಲ. ನಮ್ಮ ಭಾರತ ಎಲ್ಲ ರಂಗಗಳಲ್ಲೂ ಕೂಡ ಅಭಿವೃದ್ಧಿಗೊಂಡಂಥ ಭಾರತ ನಮಗೆ ಅನಿವಾರ್ಯವಾಗಿದೆ.
ಶೈಕ್ಷಣಿಕ ರಂಗಗಳಾಗಿರ್ಬೋದು ಅಥವಾ ಸಾಮಾಜಿಕ ರಂಗಗಳೇ ಆಗಿರ್ಬೋದು, ಎಲ್ಲ ರಂಗಗಳಲ್ಲೂ ಕೂಡ ಅತ್ಯಂತ ಅಭಿವೃದ್ಧಿಗೊಂಡಂಥ ಭಾರತ ನಮಗೆ ಅನಿವಾರ್ಯವಾಗಿದೆ. ನಮ್ಗೆ ಗೊತ್ತಿರ್ಬೋದು, ಈಗಾಗಲೇ ನಮ್ಮ ಭಾರತ ಯುವಕರ ರಾಷ್ಟ್ರ ಅಂತ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ಅಂದರೆ ಇಲ್ಲಿ ಯುವ ತಲೆಮಾರುಗಳು ಜಾಸ್ತಿ ಇದ್ದಾರೆ. ಅವುಗಳ ಆ ಎಲ್ಲ ಯುವಕರನ್ನು ವಿದ್ಯಾಭ್ಯಾಸ ಮತ್ತು ಉದ್ಯೋಗಗಳನ್ನು ಹುಡುಕಿಕೊಳ್ಳುತ್ತಾ ಬೇರೆ ರಾಷ್ಟ್ರಕ್ಕೆ ಹೋಗತಕ್ಕಂತಹ, ಪರಾರಿ ಆಗತಕ್ಕಂತಹ ಅಥವಾ ಬೇರೆ ರಾಷ್ಟ್ರಕ್ಕೆ ಹೋಗುವಂತಹ ಒಂದು ಸನ್ನಿವೇಶವನ್ನು ಕೊನೆಗೊಳಿಸಿ ಎಲ್ಲ ಯುವಕರಿಗೆ ಬೇಕಾದಂತಹ ಎಲ್ಲ ಉದ್ಯೋಗಗಳನ್ನು ಭಾರತದಲ್ಲೇ ನಿರ್ಮಾಣ ಮಾಡತಕ್ಕಂಥ ಒಂದು ಸಮಾಜ ಇಲ್ಲಿ ನಮಗೆ ನಿರ್ಮಾಣ ಆಗಬೇಕಾಗಿದೆ. ಅದಕ್ಕೆ ರಾಜ್ಯ ಸರ್ಕಾರಗಳಾಗಿರ್ಬೋದು ಅಥವಾ ಕೇಂದ್ರ ಸರ್ಕಾರಗಳಾಗಿರ್ಬೋದು ಅಥವಾ NGOಗಳಾಗಿರ್ಬೋದು ಎಲ್ಲವೂ ಕೂಡ ಪರಸ್ಪರ ಸಹಕಾರವನ್ನು ಮಾಡುತ್ತಾ ಅದನ್ನು ನಿರ್ಮಾಣ ಮಾಡೋದಕ್ಕೆ ಸಾಧ್ಯ ಇದೆ. ಪ್ರೀತಿಯ ಸಹೋದರರೇ, ಅದೇ ರೀತಿ ನಮ್ಗೆ ಗೊತ್ತಿರ್ಬೋದು, ನಾವು ಅಭಿವೃದ್ಧಿಗೊಂಡಂಥ ಭಾರತ ಅಂತ ಹೇಳಿ ಎಲ್ಲರೂ ಕೂಡ ಬೀಗ್ತಾ ಇದ್ದಾರೆ. ಆದರೆ ಬೇರೆ ರಾಷ್ಟ್ರಗಳಿಂದ ಯುದ್ಧ ವಿಮಾನಗಳನ್ನು ತಂದು ನಾವು ಅಭಿವೃದ್ಧಿಗೊಂಡಿದ್ದೇವೆ ಅಂತ ಹೇಳ್ತಕ್ಕಂಥದ್ದು ಅದು ನಿಜಕ್ಕೂ ಅಭಿವೃದ್ಧಿಗೊಂಡಂಥ ಭಾರತ ಅಲ್ಲ. ನಮ್ಮ ತಾಂತ್ರಿಕತೆಯನ್ನು, ನಮ್ಮ ತಂತ್ರಜ್ಞಾನವನ್ನು ನಾವು ಭಾರತದಲ್ಲೇ ನಿರ್ಮಾಣ ಆಗಬೇಕಂತ ಒಂದು ಸನ್ನಿವೇಶ ಅತ್ಯಂತ ಶೀಘ್ರದಲ್ಲೇ ಬೇಕಾದಂಥದ್ದು ಅನಿವಾರ್ಯತೆಯಾಗಿದೆ. ನಾವು ಬೇರೆ ರಾಷ್ಟ್ರಗಳಿಂದ ಯುದ್ಧ ವಿಮಾನಗಳನ್ನು ಇಲ್ಲಿಗೆ ತರಿಸಿ ನಾವು ಅಭಿವೃದ್ಧಿಗೊಂಡಿದ್ದೇವೆ ಅಂತ ಹೇಳೋದ್ರಲ್ಲಿ ಯಾವುದೇ ಅರ್ಥ ಇರುವುದಿಲ್ಲ. ನಮ್ಮ ಭಾರತದಲ್ಲಿ ನಿರ್ಮಾಣ ಆದಂತಹ ಒಂದು ಯುದ್ಧ ವಿಮಾನಗಳು ಬೇರೆ ರಾಷ್ಟ್ರಕ್ಕೆ ರಫ್ತಾಗುವಾಗ ನಿಜಕ್ಕೂ ನಮಗೆ ಅದು ಹೆಮ್ಮೆ ಅಂತ ಅನ್ನಿಸ್ತಾ ಇರುತ್ತೆ. ಅದರಿಂದ ಸಹೋದರರೇ, ಅದೇ ರೀತಿ ಶಿಕ್ಷಣ ಕ್ಷೇತ್ರದಲ್ಲಿ ಉನ್ನತ ಶಿಕ್ಷಣವನ್ನು ಪಡೆಯುವುದರಲ್ಲಿ ಶ್ರೀಮಂತ ಮತ್ತು ಬಡವ ನಡುವಿನ ಅಂತರದಲ್ಲಿ ತುಂಬ ವ್ಯತ್ಯಾಸಗಳು ನಮಗೆ ಕಾಣೋದಕ್ಕೆ ಸಾಧ್ಯ ಇದೆ. ಶ್ರೀಮಂತನಿಗೆ ಮಾತ್ರ ಉನ್ನತ ಶಿಕ್ಷಣದಲ್ಲಿ ಜಾಸ್ತಿ ರಿಸರ್ವೇಷನ್ ಇರತಕ್ಕಂಥ ಒಂದು ಸನ್ನಿವೇಶ ಇವಾಗ ಇದೆ. ಅವುಗಳೆಲ್ಲವನ್ನು ಕೂಡ ನಿರ್ಮೂಲನೆ ಮಾಡಿ ಬಡವ ಮತ್ತು ಶ್ರೀಮಂತ ಎಲ್ಲರಿಗೂ ಕೂಡ ಅತ್ಯಂತ ಉನ್ನತ ಶಿಕ್ಷಣವನ್ನು ಎಲ್ಲರೂ ಕೂಡ ಈಕ್ವಲ್ ಆಗಿ ಪಡೆಯತಕ್ಕಂಥ ಒಂದು ಸಮಾಜ ಇಲ್ಲಿ ನಿರ್ಮಾಣ ಆಗಬೇಕಾದದ್ದು ಅನಿವಾರ್ಯತೆ ಇದೆ. ಅದರಿಂದ ಸಹೋದರರೇ, ನಮ್ಗೆ ಗೊತ್ತಿರ್ಬೋದು, ಇನ್ನೂ ನಮ್ಮ ಸಮಾಜದಲ್ಲಿ ಇರತಕ್ಕಂತೆ ಲಿಂಗ ಆಗಿರ್ಬೋದು ಅಥವಾ ಜಾತಿ, ಧರ್ಮ, ಕುಲ ಇವುಗಳ ನಡುವೆ ಇರತಕ್ಕಂತಹ ತಾರತಮ್ಯಗಳು ಇಲ್ಲದೆ ಅತ್ಯಂತ ಸುಸ್ಥಿರವಾದಂತಹ ಸುಭದ್ರವಾದಂತಹ ಒಂದು ರಾಷ್ಟ್ರ ಇಲ್ಲಿ ನಮಗೆ ಬೇಕಾಗಿದೆ. ನಮ್ಗೆ ಗೊತ್ತಿರ್ಬೋದು, ಈಗಾಗಲೇ ಮಹಿಳೆಯನ್ನು ಯಾವ ರೀತಿ ನಮ್ಮ ಸಮಾಜ ನೋಡ್ತಾ ಇದೆ ಅಥವಾ ಬೇರೆ ಜಾತಿಯವರನ್ನು ಯಾವ ರೀತಿ ನೋಡ್ತಾ ಇದೆ ಅಥವಾ ಬೇರೆ ಧರ್ಮದವರನ್ನು ನಾವು ಯಾವ ರೀತಿ ಅವರನ್ನು ನೋಡ್ತಾ ಇದ್ದೇವೆ ಅಂತ ಆ ಒಂದು ಇದರಲ್ಲೇ ನಾವು ಎಲ್ಲೂ ಕೂಡ ತಾರತಮ್ಯಗಳು ಇಲ್ಲದೆ ಎಲ್ಲರೂ ಕೂಡ ಒಗ್ಗಟ್ಟಾಗಿ ಎಲ್ಲರೂ ಕೂಡ ನನ್ನವರು ಅಂತ ಹೇಳತಕ್ಕಂಥ ಭಾವನೆ ಇಲ್ಲಿ ಪ್ರಥಮವಾಗಿ ನಾವು ಎಲ್ಲರಿಗೂ ಕೂಡ ಮೂಡಿಸಬೇಕಾದದ್ದು ಅನಿವಾರ್ಯತೆ ಇದೆ. ನಮ್ಗೆ ಗೊತ್ತಿರ್ಬೋದು, ಇವಾಗಲೇ ನಮ್ಮ ಶಿಕ್ಷಣ ಕ್ಷೇತ್ರದಲ್ಲಿ ನಮಗೆ ಕಲಿಸಿಕೊಡುವಂಥದ್ದು ಒಗ್ಗಟ್ಟಿನ ಮಂತ್ರ, ಶಾಂತಿಯ ಮಂತ್ರ, ಅವುಗಳಿಗೆ ನಾವು ಫೋಕಸನ್ನು ಕೊಟ್ಟು ಎಲ್ಲರನ್ನ ಕೂಡ ನಾವೆಲ್ಲರೂ ಕೂಡ ಭಾರತೀಯರು ಹೇಳತಕ್ಕಂಥ ಒಂದು ಅಭಿಮಾನ ಪಡತಕ್ಕಂಥ ಒಂದು ಸನ್ನಿವೇಶ ನಾವು ಇಲ್ಲಿ ನಿರ್ಮಾಣ ಮಾಡಬೇಕಾದದ್ದು ಅನಿವಾರ್ಯತೆ ಇದೆ. ಆದ್ದರಿಂದ ಸಹೋದರರೇ, ಇಲ್ಲಿ ಎಲ್ಲೂ ಕೂಡ ನಾವು ಕೋಮುವಿನ ನಡುವೆ ಇರತಕ್ಕಂತಹ ದ್ವೇಷಗಳಾಗಲಿ ಅಥವಾ ಇನ್ನಿತರ ಬೇರೆ ಬೇರೆ ರೀತಿಯಲ್ಲಿ ಇರತಕ್ಕಂಥ ದ್ವೇಷಗಳನ್ನು ನಾವು ಇಲ್ಲಿ ಬಿತ್ತದೆ ಎಲ್ಲೆಡೆಯೂ ಕೂಡ ಶಾಂತಿಯ, ಸಮಾಧಾನದ ಒಂದು ಸಂದೇಶವನ್ನು ಭಾರತ ಇತರ ರಾಷ್ಟ್ರಗಳಿಗೆ ಕೊಡತಕ್ಕಂಥ ಒಂದು ಸಮಾಜ ಇಲ್ಲಿ ನಿರ್ಮಾಣ ಆಗಬೇಕಾಗಿದೆ. ಅದೇ ರೀತಿ ಸಹೋದರರೇ, ನಮ್ಮ ಸಮಾಜದಲ್ಲಿ ಇರತಕ್ಕಂಥ ಎಲ್ಲ ಕ್ರಿಮಿನಲ್ಗಳು ಕೂಡ ಇಲ್ಲಿ ಕೊನೆಗೊಂಡು ನಾವು ಇಲ್ಲಿ ಅತ್ಯಂತ ಶಾಂತಿ ಅಥವಾ ಸುಭದ್ರದ ಭಾರತ ಅಂತ ಹೇಳೋದಕ್ಕೆ ಭಾರತ ಆಗಬೇಕು ಅಂತ ನಾನು ಕನಸು ಕಾಣ್ತಾ ಇದ್ದೀನಿ. ಅದರಿಂದ ಸಹೋದರರೇ, ನಮ್ಗೆ ಗೊತ್ತಿರ್ಬೋದು, ಪ್ರತಿದಿನ ಯಾವುದೇ ಒಂದು ನ್ಯೂಸ್ ಪೇಪರನ್ನು ತೆಗೆದರೆ ಸಾಕಾಗುತ್ತೆ, ಅದರಲ್ಲಿ ಒಂದಲ್ಲ ಒಂದು ಕೊಲೆಗಳಾಗಿರ್ಬೋದು ಅಥವಾ ರೇಪ್ ಕೇಸ್ಗಳಾಗಿರ್ಬೋದು ಎಲ್ಲವೂ ಕೂಡ ಇಲ್ಲಿ ಅದರಲ್ಲೇ ತುಂಬಿ ಇರುತ್ತೆ. ಅವುಗಳಿಗೆ ಯಾವುದೂ ಇಲ್ಲದಂತಹ ಅತ್ಯಂತ ಶಾಂತಿಯುತವಾದಂತಹ, ಸುಭದ್ರವಾದಂತಹ, ಸುಸ್ಥಿರವಾದಂತಹ ಭಾರತ ಇಲ್ಲಿ ನಿರ್ಮಾಣ ಆಗಲಿ ಅಂತ ಹೇಳುತ್ತಾ ನನ್ನ ಮಾತಿಗೆ ವಿರಾಮ. ಜೈ ಹಿಂದ್.
ଜାତି ନାଁରେ ଲଢ଼ିବେନି, କିଏ ରାତିରେ ଭୋକିଲା ଶୋଇବେନି, କିଏ ରାତିରେ କୁଆଡ଼େ ଯିବାକୁ ଡରିବେନି, କେଉଁ ମା' ଝିଅ ଭଉଣୀ ସହିତ କିଏ ଦୁର୍ବ୍ୟବହାର ନ କରୁ। ଆମ ଦେଶ ସବୁଠୁ ଆଗକୁ ବଢ଼ୁ। ଆଉ ଆମ ଦେଶ ବି ଦୁନିଆର ଅନ୍ୟ ଦେଶମାନଙ୍କ ସହିତ ସମ୍ମାନଶୀଳତାର ନାଁ ନିଆଯାଉ। ଆମ ଦେଶରେ ସବୁ କ୍ଷେତ୍ରରେ ସବୁଠୁ ଆଗକୁ ବଢ଼ୁ। ଆମ ଲୋକମାନେ ବହୁତ ନାଁ କରନ୍ତୁ, ସମସ୍ତେ ପାଠ ପଢ଼ନ୍ତୁ, କେହି ଭାରତକୁ ଥାର୍ଡ଼ ୱାର୍ଲଡ଼ କଣ୍ଟ୍ରି ନ କୁହନ୍ତୁ। ବାସ୍ ଏତିକି କହିବି। ଏତିକି କରିବାକୁ ବହୁତ ସମୟ ଲାଗିବ। ଏତିକି କରିଦେଲେ ହିଁ ଆମର ସାର୍ଥକ ହେବ। ଆମେ ଠିକ୍ ମାନରେ ଆମେ ଇଣ୍ଡିପେଣ୍ଡେଣ୍ଟ ହେଇପାରିବା, ଆମେ ସ୍ୱାଧୀନ ହେଇପାରିବା। ଆମେ ଅନ୍ୟଠୁ କିଛି ମାଗିବା ଜାଗାରେ ନିଜେ ସବୁ ଜିନିଷ ତିଆରି କରିବା ଆଉ ନିଜେ ସବୁ ଜିନିଷ ବାହାରକୁ ପଠେଇକି ଭାରତ ଗୋଟେ ବ୍ୟବସାୟିକ ଶକ୍ତି ରୂପରେ ଏଷ୍ଟାବ୍ଲିଶ୍ କରିବା। ଧନ୍ୟବାଦ। ଜୟ ହିନ୍ଦ।